ഹായ് ഗായ്സ്, ഞങ്ങളുടെ ഹോസ്റ്റലിലെ എല്ലാ ഭക്ഷണവും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ചായ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ നല്ല ചായ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയി കുടിക്കും. ഇന്ന് അതുപോലെ ചായ കുടിക്കാൻ പോയ കഥ പറയട്ടെ. ഇന്നത്തെ ചായ സ്പോട്ട് ഇതാണ് കേട്ടോ. ഇവിടുത്തെ പ്രിൻസിപ്പൾസ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ചെന്ന് 10 മിനിറ്റിൽ ആയിരിക്കുന്നത് സുഖിനാണെന്ന് ധരിപ്പിച്ച് കൊതിപ്പിച്ച് ഞങ്ങളെ പറ്റിച്ച് ഓർഡർ കൊടുത്തപ്പോൾ പറയുക അത് മസാല ബോണ്ടയാണെന്ന്. എനിക്ക് മസാല വേണ്ട, ബോണ്ട മാത്രം മതി എന്ന് പറഞ്ഞൊരു സാധാ ബോണ്ട ഞാനും, മസാല ഇല്ലാത്ത ബോണ്ട ഒരു ബോണ്ടയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മസാല ബോണ്ട അവളും കഴിച്ചു. സബാഷ്, രണ്ടും ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. ശരീരത്തിനെയും മനസ്സിനെയും തള്ളവയ്പ് പിടികൂടിയിട്ടില്ല എന്ന് സ്വയം ബോധിപ്പിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിലെ ചായ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. സ്റ്റുഡൻ്റ് ആയിട്ട് ഹോസ്റ്റൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നുണ്ട്. 7:30 വരെയാണ് കർഫ്യൂ എന്ന് ഇറങ്ങാൻ നേരം വാർഡനൊന്ന് ഓർമ്മപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ 7:30 ആയിട്ട് തിരിച്ചു കയറുന്നുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു കാര്യമില്ലാണ്ട് റോഡ് സൈഡിലുള്ള ഒരു ബെഞ്ചിലിരുന്ന് വണ്ടി എണ്ണിക്കൊണ്ടേയിരുന്നു. സ്വന്തം കുറ്റവും കുറവും പരദൂഷണവും ഇരുന്നങ്ങ് പറഞ്ഞു. 2 മണിക്കൂർ. എന്തിനാ? വെറും വാശി. റോഡെ അങ്ങോട്ട് പോയവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടും ഞങ്ങൾ അതേ ഇരിപ്പ് അവിടെ ഇരുന്നു. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും ഒക്കെ മാറിയിരുന്നു. സൂര്യൻ അസ്തമിച്ചു. ഇനി അവരുടെ വരവാണ്. ഇതൊരു ഓറയാണെന്നാണ് ഭവതിയുടെ അഭിപ്രായം. റോഡെ പോകുന്ന ആണുങ്ങളെ വായി നോക്കാനുള്ള കഴിവ് പോലും ഈശ്വരൻ ഞങ്ങളിൽ നിന്നും തിരിച്ചെടുത്തിരിക്കുന്നു എന്ന സത്യം ഞങ്ങൾ രണ്ടാളും തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. അതിന്റെ പ്രായമൊക്കെ അങ്ങ് കടന്നു പോയിരിക്കുന്നു. തള്ളവൈബേ. കൊതുകിന് കൊടുക്കാനുള്ള ചോര ശരീരത്തില്ലാത്തതുകൊണ്ട് തിരികെ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് കരുതി. പറഞ്ഞതിലും കരുതിയതിലും 10 മിനിറ്റ് മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ മാളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും ടേക്ക് കെയർ ആൻഡ് ബൈ.